32-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 32 അതിൻ്റെ 28-ാമത്തെ വാക്യം. ആരെങ്കിലും ഒരാളൊന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 32 അതിൻ്റെ 28-ാമത്തെ വാക്യം. നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചു ജയിച്ചത് കൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഒരു അസാധാരണമായൊരു ചേഞ്ച് യാക്കോബിൻ്റെ ലൈഫിൽ കർത്താവ് അയക്കുന്ന ഒരു ദൈവപ്രവൃത്തി. തൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 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 കാവ്യ പുസ്തകം പോലെ തൻ്റെ ലൈഫ് ഇങ്ങനെ നമ്മുടെ മുമ്പിലെല്ലാം വരച്ചു കാട്ടപ്പെട്ടിട്ടുണ്ട്. യാക്കോബിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല. താൻ ജനിച്ചപ്പോൾ ഇരട്ട കുട്ടികളായി ജനിച്ചു. ഒന്നാമത്തവൻ ചുമന്നവനായി പുറത്തു വന്നു. അവൻ്റെ മേൽ മുഴുവൻ രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഉണ്ടായിരുന്നു. അവൻ ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ജനനം. ആ ജനനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യത്താൽ തൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പേര് പ്രാപിച്ചവനാണ് യാക്കോബ്. ഹല്ലേലൂയ. നോക്കിയേ, താൻ ജനിക്കുമ്പോൾ ഇരട്ട കുട്ടികളായി ജനിച്ചു. കഴിഞ്ഞ 9 മാസം ഒരു ഉദരത്തിൽ കിടന്നിരുന്ന 2 ശിശുക്കൾ തൻ്റെ ജനന സമയത്തിൻ്റെ പ്രക്രിയകളൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. സയൻസ് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം കേൾക്കാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മൾ സയൻസിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒപ്പം ഉണ്ടായിരുന്ന ഇരട്ട സഹോദരനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഈ പാവം ചിലപ്പോൾ പേടിച്ചു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ ഒരു ചിന്തയാണ്, ഞാനൊരു എപ്പോഴും ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ശുശ്രൂഷ കാലങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാനിങ്ങനെ കർത്താവിൻ്റെ കൂടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നടക്കാറുണ്ട്. ആ 12 ശിഷ്യന്മാരുടെ അരികു പറ്റി ഞാനും എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ നടക്കാറുണ്ട്. എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഈ വചനത്തിനകത്തേക്ക് കയറുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അതുപോലെ തന്നെ ഈ ജനന സമയത്തും നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? താഴ്ത്തോട്ട് പൂർണ്ണൊക്കെ പോവുക. ഇത് കണ്ട ആ പുള്ളിക്കാരൻ ചേട്ടാ പോവല്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്ത് ആ കാലേ കയറി പിടിവിടാതെ സഹോദരൻ്റെ കൂടെ പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, സത്യം പറഞ്ഞു, ഒരു ഭയങ്കര തെറ്റിദ്ധാരണ പോലെ അവനൊരു പേരിട്ട് കൊടുത്തു, യാക്കോബ്. അവൻ്റെ പേര് കുതികാൽ പിടിക്കുന്നവൻ എന്നർത്ഥം. ഈ കുതികാൽ പിടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിടിക്കുന്നവന് ഉറപ്പായിട്ടും അറിയാം ഇവൻ എന്ത് ചെയ്യാനാണ്, വലിച്ചു താഴെ ഇടാനാണ് ഈ പിടിക്കുന്നത്. നമ്മൾ കാലാകാലങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുന്നതാണ്. ആരൊക്കെ കുതികാലിൽ കയറി പിടിച്ചിട്ടുണ്ടോ അവരെല്ലാം പിടിച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ട്? വലിച്ചു താഴ്ത്തിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് ആ സമയത്തും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ യാക്കോബിനും കിട്ടിയ പേര് എന്താ? കുതികാല് പിടിക്കുന്നവൻ. ആ പേരിൻ്റെ മറ്റർത്ഥങ്ങൾ ഇങ്ങനെ പറയുന്നത് ഉപായി, ചതിയൻ, വഞ്ചകൻ. എൻ്റെ ഒരു ലളിതമായൊരു ചോദ്യം, ഈ കൊച്ചെന്ത് തെറ്റ് ചെയ്തിട്ടാ അറിയാതെ തൻ്റെ കൂടെ നിന്ന് ചേട്ടൻ്റെ കാലയിൽ ഒന്ന് പിടിച്ചുപോയി? ഒരൊറ്റ കാരണം കൊണ്ട്. അല്ലെങ്കിൽ ഇവിടെ കഴുത്തിനൂത്തി പിടിച്ചിട്ടും ആൾക്കാരെന്ത് ചെയ്യുന്നില്ല? ആ ചേട്ടൻ്റെ കാലയിലൊന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ സിമ്പിളായിട്ട് പേര് കൊടുത്തത്, നീ ഒരു ചതിയനാ, നീ ഭയങ്കര കള്ളനാ, ഇങ്ങനെയൊക്കെ വിളിച്ച് യാക്കോബിനെ ഇത് വിളിച്ച് തന്നെ പുള്ളിക്കാരൻ ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തൻ്റെ ആ ഇത് വായിച്ചിങ്ങനെ വരുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണാൻ പറ്റും, ഏശാവ് വേട്ടയിൽ ഭയങ്കര സമർത്ഥനായിരുന്നു, വനസഞ്ചാരിയായിരുന്നു. താൻ വീട്ടിൽ നിന്നില്ല, കാണത്തില്ല, താൻ എപ്പോഴും കാട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കുക. തനിക്ക് മൃഗങ്ങളുടെ ഒരു വാസന ഉണ്ടായിരുന്നു തനിക്ക്. അതായിരുന്നു ഏശാവിൻ്റെ നേച്ചർ.
യേശാവിനോടുള്ള മാതാപിതാക്കളുടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ സാധനം ഉണ്ടായിരുന്നു. ഒറ്റ സാധനം എന്താണെന്നറിയാമോ? ഈ പുള്ളിക്കാരൻ വേട്ടക്കാരനായതുകൊണ്ട് വേട്ടയാടിക്കൊണ്ടുവരുന്ന വേട്ട ഇറച്ചിയിൽ ഇസഹാക്ക് എന്ത് ചെയ്തു? അങ്ങ് രുചി പിടിച്ചുപോയി. എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഈ വേട്ട ഇറച്ചിയിൽ രുചി പിടിച്ചവന് ഏശാവിനോടൊരു ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. പുള്ളി വയറിനെ സ്നേഹിച്ചു, ഈ വേട്ട ഇറച്ചിയെ സ്നേഹിച്ചു, വേട്ടക്കാരനെയും സ്നേഹിച്ചു. കൂടാരവാസിയെ പുള്ളി എന്ത് ചെയ്തില്ല? വലിയ കാര്യമായിട്ട് എടുത്തില്ല. കൂടാരവാസി കൂടുതൽ ആരുടെ കൂടെ? അമ്മയുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. അമ്മയ്ക്ക് ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞു കൊടുത്ത്, സവാളയൊക്കെ അരിഞ്ഞു കൊടുത്ത്, അമ്മേ തുണി അലക്കാൻ വല്ലതുണ്ടോ? അമ്മ അലക്കി വിരിക്കുന്ന തുണിയൊക്കെ എടുത്തുകൊണ്ട് കല്ലയിലൊക്കെ ഇട്ട് കൊടുത്ത് പുള്ളി അങ്ങനെ പാവപ്പെട്ടവനായിട്ട് വീടിനകത്ത് ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് പുള്ളിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവൊക്കെ പുള്ളിക്ക് കിട്ടി. ചേട്ടൻ എന്താ ഒരൊറ്റ പരിപാടികൾ, പുള്ളിക്കാരൻ ആകപ്പാടറിയാം നോൺ വെജ് പരിപാടികളാണെങ്കിൽ പുള്ളി ഭയങ്കര സമർത്ഥന. ഹല്ലേലൂയ. ഞാൻ നോൺ വെജ് എന്ന് പറഞ്ഞപ്പോഴേ കുറേ ആൾക്കാരൊക്കെ കൂടിയാ. ഹല്ലേലൂയ. ഈ വേട്ടയിറച്ചിയിൽ എങ്ങ് കൊതി പിടിച്ചിരുന്ന ഇസഹാക്കിനും ഈ ഏശാവിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് വായിച്ചു വരുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും, ഏശാവ് തൻ്റെ മാതാപിതാക്കൾക്ക് അനിഷ്ടമായൊരു കാര്യം ചെയ്തു. താൻ ചെയ്തത്, താൻ മറ്റ് ജാതിയിൽ നിന്നുള്ള, തൻ്റെ ഭവനത്തിൽ നിന്നല്ല മറ്റു ജാതിയിലുള്ള സ്ത്രീകളെ എന്ത് ചെയ്തു? താൻ വിവാഹം കഴിച്ചു. ഇത് അവരുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര വ്യസനമായി. തൻ്റെ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ദുഃഖമായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവർക്ക് അടിമയായി ഇവിടെ കിടക്കണമോ എന്ന് വരെ താൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ദൈവഭവനത്തിനകത്ത് ദൈവഹിതമല്ലാത്ത പ്രവൃത്തി കയറിയാൽ, ആമേൻ, ദൈവഭവനത്തിനകത്ത് ദൈവഹിതമല്ലാത്ത പ്രവൃത്തി കയറിയാൽ അതിനെ പിശാച് എന്ത് ചെയ്തിരിക്കും? ക്ലൈം ചെയ്തിരിക്കും. ഹല്ലേലൂയ. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹത്തെ തൻ്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ടാണ് ഏശാവ് എന്ത് ചെയ്തത്? കളഞ്ഞു കുളിച്ചത്. ഈ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് പുറത്തു വന്ന രണ്ടുപേർക്കും ഇവരുടെ അകത്ത് എപ്പോഴും ഒരു സാധനമുണ്ട്. എന്താണ്? ഈ ചേട്ടൻ അനിയൻ എന്നുള്ള സാധനം ഇങ്ങനെ കളിച്ചിരുന്നത് കൊണ്ടാണ് അത് യാക്കോബിനെയും വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് എന്ത് ചെയ്തത്? ഒരു ദിവസം ക്ഷീണിച്ചു വരുന്ന ചേട്ടന് നല്ല മധുരമുള്ള രുചിയേറിയ ഒരു പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പായസത്തിൽ നിന്നും തനിക്ക് വേണ്ട ജ്യേഷ്ഠാവകാശത്തെ താൻ എന്ത് ചെയ്തു? തിരിച്ചു പിടിച്ചു. ഹല്ലേലൂയ. അവനറിയാതെ തന്നെ ഉപായി തൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു വേണം പേരിടാൻ. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ അപ്പ പേരൊന്നും കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്തരുത്? കൊണ്ടുപോയി ഇട്ടേക്കരുത്. എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഭയങ്കര കുഞ്ഞതായിരുന്നു. എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് 20 കിലോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെങ്ങനെ ആലോചിച്ച് നോക്കുക, ഞാൻ എന്ത് വരുമായിരുന്നായിരിക്കും. ഭയങ്കര കുഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ പേരാണെങ്കിലോ ലോഡ്സൺ ആൻ്റണി. എൻ്റെ അപ്പൻ സുവിശേഷകനായതുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് മറ്റു സ്ഥലങ്ങൾ, അതായത് ഒരു സ്ഥലത്ത് ചെല്ലുക, സുവിശേഷം എത്താത്ത ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുക, അവിടെ പോയി സുവിശേഷം അറിയുക, സഭ സ്ഥാപിക്കുക, അതാരെങ്കിലും ഏൽപ്പിക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോകുക. ഇങ്ങനെ സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്ത് അധികം സമയം സുവിശേഷ വേലയിൽ തന്നെ ഉപയോഗിക്കപ്പെട്ടൊരു അഭിഷക്തൻ്റെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. അതൊക്കെ വിട്ടിട്ട് സുവിശേഷ വേലയ്ക്കാണ്ട് ഇറങ്ങിയൊരു മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ഓരോ സ്കൂളിലും, ഞാൻ 1 മുതൽ 10 വരെ 8ഓ 9ഓ സ്കൂളിലാണ് പഠിച്ചത്. കാരണം അങ്ങനെയായിരുന്നു. ഒരു വർഷം തന്നെ 2 സ്കൂളിലൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 1ാം ക്ലാസ്സിലായതുകൊണ്ട് തോറ്റില്ല. വേറെ അപ്പുറത്തെ വല്ല ക്ലാസ്സിലൊക്കെ ആയിരുന്നെങ്കിൽ അപ്പം കിട്ടിയേനെ, മണി 2 ദിവസം കൂടെ കിടന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ടേരെ. പക്ഷെ അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെല്ലുന്ന സ്കൂളിനകത്തേക്ക് ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേ, അപരിചിതനായി ആ സ്കൂളിനകത്ത് കയറി ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ ഇവന്മാർക്കൊക്കെ ഒരു ചിരിയായി. ഇവന് എവിടെ നിന്നാ വന്നു ഒരു ഇത്തിരിക്കോളുള്ളൊരു സാധനം. ഞാനിങ്ങനെ പോയി ആദ്യമേ ഏതെങ്കിലും ഒരു ബെഞ്ചിൽ കയറി ഇരിക്കാൻ നോക്കും. അപ്പോൾ അവിടെയുള്ളവന്മാർ വിട്ടോ ഇവിടെ തിരക്കിരിക്കാനായിട്ടുള്ള ഇല്ല. അങ്ങനെ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. അവസാനം ടീച്ചർ വന്ന് കുഞ്ഞതായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിരുത്തും.
ക്ലാസ് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, പേര് വിളിക്കുന്നൊരു പരിപാടി. അതിങ്ങനെ ബുക്കിങ് എടുത്ത് വെച്ചിട്ട് അവരിങ്ങനെ സുമേഷ് PS, ജേക്കബ് TA എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് വരുമ്പോൾ എൻ്റെ പേരിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ആ ടീച്ചർ ആ പേര് വിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ പേരാണ്. കാരണം എന്താണെന്നറിയാമോ, ഇവർ ആ പേരിൻ്റെ അവിടത്തേക്ക് ഒന്ന് നിൽക്കും. എന്തുവായി സാധനം ഇങ്ങനെ നോക്കിയിട്ട് ലോഡ്സൺ ആൻ്റണി. ഭയങ്കര ഒരു ആകാംക്ഷയായി ടീച്ചർക്ക്. എന്താണെന്നറിയാമോ, ഈ പേരിൻ്റെ ആ വലിപ്പം കണ്ടിട്ട് പുള്ളിക്കാരത്തേക്ക് നോക്കും, ആരത് ഇങ്ങനെ. അപ്പോഴായിരിക്കും ഞാൻ പറഞ്ഞിട്ട് പതുക്കെ പൊക്കി വരുന്ന. എന്നെ മുഖത്ത് നോക്കി കുറേ ചില ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞ അയ്യേ. തൻ്റെ പേരൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു മുഴുത്തൊരു സാധനം വരുന്നുണ്ടെന്ന്. ഞാൻ ആകപ്പാട് ഇത്തിരിക്കോളിലൂടെ ഉള്ളൂ. ഇതിങ്ങനെ കേട്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഡാഡി എടുത്ത് എൻ്റെ പൊന്നെ ഡാഡി, എന്തോരം നല്ല പേരുണ്ടായിരുന്നു, ബിജു, സിജു, ഷിജു, സുഗു, നല്ല പേരുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നുണ്ട്. എന്തിനാ എനിക്ക് എടുത്താൽ പൊങ്ങാത്തൊരു പേര്? ഞാൻ ആ പേരൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞാലേ, ഞാനൊരു ഫ്ലോയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആ പേരുള്ളവർ ആരുണ്ടെങ്കിലും എന്നോട് വിഷമമൊന്നും തോന്നരുത് പ്ലീസ്. ഐ എം റിയലി സോറി. ഞാൻ ആ ഒരു കാര്യം ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഡാഡിയോട് ചോദിക്കുമ്പോൾ ഡാഡി എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ എടാ, എനിക്ക് കർത്താവ് 4 മക്കളെ തന്നു. 4 മക്കളെ കർത്താവ് എനിക്ക് തന്നപ്പോഴും 4 വാഗ്ദത്തവും കർത്താവ് എൻ്റെ കൂടെ തന്നു. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, എടാ നീ ജനിക്കുന്ന സമയം നിനക്ക് 5 മാസം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ നിന്നെ പിശാച് എന്ത് ചെയ്യാൻ നോക്കിയാ? തകർത്ത് കളയാൻ നോക്കി. ഹല്ലേലൂയ. ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കുഞ്ഞ് വയറ്റിൽ കിടന്ന് അമ്മ മരിച്ചു പോകും, അതുകൊണ്ട് ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? കളഞ്ഞേ പറ്റൂ. അങ്ങനെ ഭയങ്കര നിർബന്ധം പിടിച്ച് പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരെന്ത് ചെയ്തില്ല, സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് കർത്താവ് വന്ന കുഞ്ഞാ. അപ്പോൾ അവർ ചോദിച്ചു, ഇത് എത്രാമത്തെ കുഞ്ഞാ? അപ്പോൾ പറഞ്ഞു 4ാമത്തെ കുഞ്ഞാ. 4 കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നെ വേണ്ട. നമുക്കങ്ങനെയാണല്ലോ, 1, 2, 3 എന്ന് കഴിഞ്ഞാൽ 2 കഴിഞ്ഞ് 3ാമത്തെ കാര്യം പറയുമ്പോൾ തന്നെ അല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കത് അങ്ങനത്തെ ഒരു ഭാവമുണ്ട് നമ്മുടെ ഇവിടെ. അപ്പോൾ എന്നെ നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തില്ല, വിട്ടുകൊടുത്തില്ല. അവർ പറഞ്ഞ വാഗ്ദത്തം കിട്ടിയതാ, ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. ഹല്ലേലൂയ. ജനനത്തിങ്കൾ തകർക്കാൻ നോക്കി. അവിടുത്തെ പുറത്തിറങ്ങി വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ നിൽക്കുമോ. അപ്പോൾ എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞു, മോനെടാ നീ ജനിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞൊരു ദൂതുണ്ട്, ഇവൻ രാജ്യങ്ങൾക്കൊരു അഭിഷക്തനായി ഞാൻ ഇവനെ അയക്കും. ഹല്ലേലൂയ. ഭൂഖണ്ഡങ്ങൾക്ക് ഇവനൊരു അനുഗ്രഹത്തിൻ്റെ ശബ്ദമായിരിക്കും. ഇങ്ങനെയുള്ള വാഗ്ദത്വമൊക്കെ കേട്ടിട്ടാണ് നീ പുറത്തേക്ക് വന്നത്. അങ്ങനെ വന്ന നിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു പേരിട്ട് ഒതുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. നിനക്കിപ്പോൾ ഇതൊരു പ്രയാസമായിരിക്കും, പക്ഷേ കുറച്ച് നാൾ കഴിയട്ടടാ. 4 പോസ്റ്ററിൽ നിൻ്റെ പേര് വരുമ്പോൾ നിനക്ക് അപ്പം വായിക്കാം, ലോഡ്സൺ ആൻ്റണി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെ പേര് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഞാനൊന്ന് വായിക്കുമ്പോൾ ഞാൻ ആ പവറിലൊക്കെ തന്നെ വായിക്കുള്ളൂ. ആമേൻ. കാരണം എൻ്റെ അപ്പനെ എനിക്ക് അറിഞ്ഞിട്ടൊരു പേരല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ പേരൊക്കെ നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? ഒന്ന് ആക്ടിവേറ്റ് ആവണം. യാക്കോബിൻ്റെ മേലെ ആദ്യമേ ഉബായി എന്നും ചതിയനെന്നും വഞ്ചകനെന്നും ഒക്കെ പറഞ്ഞ് അവരെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ പുള്ളി പോലും അറിയാതെ ഈ സാധനം എന്ത് ചെയ്തു? പുള്ളിയിലൊന്ന് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണോ പേര് പറഞ്ഞത് ആ വഴിയിലൂടെയൊക്കെ പുള്ളി എന്ത് ചെയ്തു? കുറച്ച് നാൾ സഞ്ചരിച്ചു. പക്ഷെ പലയിടത്തും പുള്ളി വേണമെന്ന് വിചാരിച്ച് ചെയ്തല്ല. അനുഗ്രഹിക്കാൻ വേണ്ടി യേശാവിനെ വിളിച്ചിട്ട് അപ്പം പറഞ്ഞു, മോനെ നീ പോയി എന്ത് ചെയ്യണം? വേട്ടയിറച്ചി എടുത്തോണ്ട് വരണം, എനിക്കൊന്ന് കുക്ക് ചെയ്തതാ. ഞാൻ ആ ഇറച്ചിയിൽ ഒന്നുകൂടെ ഒന്ന് സന്തോഷിക്കട്ടെ. നിൻ്റെ ആ പ്രവർത്തികളൊക്കെ ഒന്ന് മാറിപ്പോവാനായിട്ട് നിൻ്റെ ആ വേട്ടയിറച്ചിയിൽ ഞാനൊന്ന് സന്തോഷിച്ചിട്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യാം? അനുഗ്രഹിക്കാം. താൻ ഇതൊക്കെ ചെയ്തിങ്ങനെ കാത്തിരിക്കുമ്പോൾ അമ്മ വന്നിട്ട് പറയാം, മോനേടാ അവൻ അനുഗ്രഹം കൊണ്ട് പോയാൽ ഈ ഹിത്യരായ സ്ത്രീകളുടെ അടിമയായി ഞാൻ എന്ത് ചെയ്യും? നശിച്ചു പോകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഞാൻ നിനക്കൊരു ആടിനെ എന്ത് ചെയ്യാം? പാകം ചെയ്തു തരാം. അപ്പന് കൊണ്ടേ കൊടുത്ത് അനുഗ്രഹം നീ മേടിക്കണം. അപ്പോൾ താൻ പറഞ്ഞു, അമ്മേ അത് തെറ്റല്ലേ? താൻ പറഞ്ഞു വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, അമ്മേ ഞാനത് ചെയ്തത് തെറ്റല്ലേ? എൻ്റെ ചേട്ടനോട് ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? എൻ്റെ പിതാവിനോട് ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? ദൈവത്തോട് ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? അമ്മ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നീ എന്ത് ചെയ്യ്, ഇപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്, ഭാവിയിൽ എന്ത് ചെയ്യും? ഇതൊരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. താനത് ചെയ്തു.
അതിൻ്റെ പ്രവൃത്തി തന്നെ വേട്ടയാടി തനിക്ക് ആ നാട് വിട്ട് പോകേണ്ടി വന്നു. താൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അമ്മ പറഞ്ഞു, നീ നേരെ പോയിട്ട് എന്ത് ചെയ്യണം, എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ചെല്ലണം. അവിടെ ചെന്നിട്ട് വേണം, അവിടെ നിന്ന് മാത്രമേ നീ എന്ത് ചെയ്യാവൂ, വിവാഹം കഴിക്കാവൂ. ഞാൻ പറയുന്നതല്ലാതെ നീ വേറൊന്നും ചെയ്യരുത്. അമ്മ പറഞ്ഞത് അതുപോലെ അനുസരിച്ച് ഈ പാവം അവിടെ നിന്ന് എന്ത് ചെയ്തു, താൻ ഓടിപ്പോയി. തൻ്റെ ആ ഓട്ടത്തിനിടയിൽ ഒരിടത്ത് വെച്ച് താൻ എന്ത് ചെയ്തു, ദൈവവുമായി ഒന്ന് കണ്ടുമുട്ടി. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയുമായി താനൊന്ന് കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടിയെടുത്തുനിന്ന് കർത്താവ് അവനോട് പറയുന്നൊരു വാഗ്ദത്ത വചനമുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിൻ്റെ കൂടെയിരിക്കും. ഹല്ലേലൂയ. നിനക്കെതിരെ ആര് കയറി എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ തകർത്ത് കളയും. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ പകലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, നീ ദൈവവുമായി ചേർന്ന് യാത്ര ചെയ്യുന്നവനാണോ, നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒരു ശക്തിക്ക് കഴിയുകയില്ല. ഒരു പദ്ധതിയും നിന്റെ അടുത്ത് വില പോവുകയില്ല. എന്നാൽ എന്നേക്കുമായി കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരുവനുണ്ട്. അവൻ വാക്ക് മാറുന്നവനല്ല. നോക്കിയേ, തന്നെ ഈ യാത്രയിൽ താൻ ചെന്നു ലാബാന്റെ ഭവനത്തിലെത്തി. അവിടെ ചെന്നപ്പോഴോ അവിടെയും തനിക്കെന്താ, തന്റെ ലൈഫിനകത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ താൻ എന്ത് ചെയ്തു, കടന്നുപോയി. തന്നെ അമ്മായിപ്പൻ തന്നെ എന്ത് ചെയ്തു, ചതിച്ചു. താനേറെ സ്നേഹിച്ച റാഹേലിനെ തനിക്ക് ആദ്യം കൊടുത്തില്ല, ലേയെ കൊടുത്തു. ലേയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അകത്ത് വിഷമം ഉണ്ടായിരുന്നു. അപ്പം വീണ്ടും ഒരു ക്ലോസ് വെച്ചു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് എന്ത് ചെയ്യാം, എൻ്റെ രണ്ടാമത്തെ മകളെയും കെട്ടിച്ചു തരാം. താൻ അതിനു വേണ്ടി വീണ്ടും പണിയെടുത്ത് കല്യാണം കഴിക്കാൻ വേണ്ടി പണിയെടുത്തൊരു മനുഷ്യൻ ഞാൻ ലൈഫിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങേര് മാത്രം ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ. അല്ലേ, നമ്മുടെ ഇവിടെ പിള്ളേരെ 25ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ 30ാമത്തെ വയസ്സിൻ്റെ ഗ്യാപ്പിലേക്ക് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഒരു ഭരണപ്രാളം. എന്താ, അയ്യോ എൻ്റെ കല്യാണം ഇപ്പോൾ നടന്നില്ലെങ്കിൽ 30 കഴിഞ്ഞാൽ ഞാൻ ഔട്ട്ഡേറ്റഡായി പോകും, എന്നെ പിന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെ ചിന്തിച്ച് വീട്ടുകാർ എന്നെ കെട്ടിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ്. അപ്പോഴാണ് ഒരു പുള്ളി കല്യാണം കഴിക്കാൻ വേണ്ടി കൊല്ലങ്ങളിൽ നിന്ന് അടിമപ്പണിയെടുത്ത് തകരുക ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട്. ഹല്ലേലൂയ. പണിയെടുത്ത് വീണ്ടും കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലോ ഭാര്യമാരാണെങ്കിൽ പുള്ളിയെ സ്നേഹിച്ച് പ്രസവിച്ച് അവരെ കൊണ്ട് പറ്റാത്ത സമയത്ത് കൂടെ ആളെ കൊണ്ടുവന്ന് അങ്ങനെ ഇവർ മത്സരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പ്രസവിച്ചുകൊണ്ടിരിക്കുക. എന്ത് ഇവൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. യാക്കോബിൻ്റെ ആ ഒരു ലൈഫ് ജേർണി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇറങ്ങി വന്നപ്പോൾ കുതികാല് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉബായി എന്ന് വിളിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് വളർന്നു വരുന്ന ഓരോ സമയങ്ങളിലും പുള്ളിനെ കൊണ്ട് മനഃപൂർവ്വം എങ്ങനെയെങ്കിലൊക്കെ പുള്ളിനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേര് ഇവൻ്റെ ചുറ്റും കിടന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അവസാനം ആ മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സമയമായപ്പോൾ, കർത്താവിൻ്റെ സമയമായപ്പോൾ യാക്കോബിനോട് പറയുകയാണ്, ഇനി നീ ഇവിടെ നിന്നത് മതി. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ആ കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, ആ ഉഴൽച്ചകൾക്കൊക്കെ ഒരു സമയമുണ്ട്, അതിവിടം കൊണ്ട് തീരുക. ഒന്ന് പറഞ്ഞേ, അതിവിടം കൊണ്ട് തീരുക. എനിക്കിനിയൊരു യാത്രയുണ്ട്. നാളുകളായിട്ട് ചുറ്റിക്കളിപ്പിച്ച വട്ടം കറക്കിയ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി വിളിച്ചു പറ, ഇനി നിന്റെ സമയം കഴിഞ്ഞു. നിനക്കെന്നെ തോൽപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു. എൻ്റെ പുറപ്പാടിൻ്റെ സമയമായി, എൻ്റെ വാഗ്ദത്തത്തിൻ്റെ ചുവട് വയ്ക്കുവാനുള്ള സമയമായി. ഏതെങ്കിലും വിഷയത്തിനകത്ത് ചുറ്റിക്കറങ്ങുന്നവരുണ്ടോ? ഇത് ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി ദൂത് വിളിച്ചു പറയട്ടെ, സമയമായി. ഒരു പുറപ്പാടിനുള്ള സമയമായി. തൻ്റെ മടക്ക യാത്രയ്ക്ക് വേണ്ടി താൻ ഒരുങ്ങുമ്പോൾ തൻ ലാബാനോട് ഇത് പറയുന്ന സമയത്ത് പിന്നെയും ആ മനുഷ്യൻ കൊണ്ടുവന്നൊരു ക്ലോസ് വെച്ചിട്ട് പറഞ്ഞു, സമ്പത്തൊക്കെ വേർതിരിക്കണ്ടേ, നിനക്കുള്ളതും എനിക്കുള്ളതൊക്കെ ഒന്ന് മാറ്റണ്ടേ. അവിടെയും തന്നെ ചതിക്കാൻ നോക്കി.
പക്ഷെ തൻ്റെ ഉപായി പിന്നെയും കളിച്ചു. ഹല്ലേലൂയ. തനിക്ക് ഒരു വലിയ സമ്പത്ത് തൻ്റെ അധ്വാനത്തിൽ തന്നെ താൻ ഉണ്ടാക്കിയിട്ടാണ് താൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, പുറത്തു പോകുന്നത്. താൻ പുറത്തു പോകുമ്പോഴും അതും ലാബാൻ്റെ അനുവാദത്തോടെയല്ല പോയത്. കർത്താവ് പറഞ്ഞ സമയത്ത് താൻ ഇറങ്ങി ഒരൊറ്റ പോക്കങ്ങ് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൺവാണ്ടഡായിട്ട് നിന്നെ പിടിച്ചു വെച്ച ചില ലാബാന്റെ ശക്തികളെ ഇന്ന് പകലിൽ ആത്മാവിൽ അതിനെ ജയിച്ചിട്ട്, ആത്മാവിൽ അതിനെ ജയിച്ചിട്ട്, ആത്മാവിൽ അതിനെ ജയിച്ചിട്ട് ദൈവം പറഞ്ഞ ചുവട് വയ്ക്കുവാൻ, ദൈവം പറഞ്ഞ ചുവട് വയ്ക്കുവാൻ ഈ പകലിൽ ധൈര്യത്തോടെ താനവിടെ എഴുന്നേക്കുമ്പോൾ തനിക്കുള്ള സകലത്തെയും താൻ കൂട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് താൻ മടങ്ങിപ്പോകുക. പിന്തുടർന്നു വന്ന ലാബാൻ തന്നെ തടുക്കുകയും, എന്നാൽ അവിടെ നിന്നും തന്നെ കർത്താവ് വിടുവിച്ച് വീണ്ടും താൻ മുൻപോട്ട് പോകുമ്പോൾ ഏശാവിനരികിലേക്ക് താൻ എത്തുന്നൊരു സമയമുണ്ട്. ഏശാവിനരികിലേക്ക് താൻ എത്തുന്നൊരു സമയം. അവിടെ എത്തുമ്പോൾ താനാദ്യം കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്തു, മുന്നമേ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, എവിടെ പോയി എൻ്റെ സഹോദരനെ ഒന്ന് നോക്ക്. അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഞാൻ വരുന്നു എന്ന് പറയുമ്പോഴുള്ള തൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വരാൻ ചിലരെ എന്ത് ചെയ്തു, തനാദ്യമേ പറഞ്ഞു വിട്ടു. അവരത് കണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് ഏശാവിനോടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏശാവ് 400 ചേകവരെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്തു, ഇവനെ സ്വീകരിക്കാനായിട്ട് പുറപ്പെട്ടു വന്നു. താൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തനിക്ക് വിവരം ഇവിടെ കൂട്ടി, നിന്റെ സഹോദരൻ 400 പേരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ പാവം യാക്കോബ് അകത്ത് ഭയം കയറി താനൊന്ന് പിടഞ്ഞുപോയി. അയ്യോ, താൻ മുമ്പ് താൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് തനിക്കുള്ള സകലതും തൻ്റെ കൂടെയുണ്ട്. തനിക്ക് 2 ഭാര്യമാരുണ്ട്, തനിക്ക് മക്കളുണ്ട്, തൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാം തകർത്ത് കളയുവാനാണോ തൻ്റെ സഹോദരൻ വരുന്നത്? ഈ പ്രാണഭയവും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് താൻ ആ രാത്രികളിൽ അവിടെ നിൽക്കുമ്പോൾ താൻ ആദ്യം എന്ത് ചെയ്തു, 2 പാർട്ടായി ഇവരെ തിരിച്ച് ആദ്യം ഒരു കൂട്ടരെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ കൂടെ ഒന്ന് നടക്കാൻ സന്തോഷമല്ലേ? അടുത്തിരിക്കുന്ന ആൾ തട്ടിയിട്ട് പറഞ്ഞ് നമുക്ക് യാക്കോബിൻ്റെ കൂടെ കുറച്ച് ദൂരം കൂടെ പോകാം. ഒന്ന് പറഞ്ഞ് നമുക്ക് യാക്കോബിൻ്റെ നേരെ കുറച്ച് ദൂരം കൂടെ പോകാം. കുറച്ച് നേരം കൂടെ ഉള്ളൂ യാക്കോബ്. ഹല്ലേലൂയ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും, കളം മാറും, അവസരം മാറും, ആ സാഹചര്യം മാറും. അതിനകത്തൊരു ദൈവപ്രവൃത്തി കിടപ്പുണ്ട്. നോക്കിയേ, തൻ്റെ അവസാനത്തെ 2 കാര്യങ്ങളും കൂടെ താൻ ചെയ്യുകയാണ്. താൻ എന്ത് ചെയ്തു, 2ആയിട്ട് തിരിച്ച് ആദ്യം ഒരു കൂട്ടരെ അയച്ചു. അവർ പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താൻ അടുത്ത കൂട്ടരെ നദി കടത്തി തനിക്കുള്ള സകലത്തെയും പറഞ്ഞു വിട്ട് താൻ ഏകനായി ശേഷിച്ചു. ഹല്ലേലൂയ. തനിക്കുള്ള സകലത്തെയും പറഞ്ഞു വിട്ടിട്ട് താൻ ഏകനായി മാറി. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തിട്ട് പറ, തനിക്കുള്ള സകലത്തെയും പറഞ്ഞു വിട്ടിട്ട് താൻ ഏകനായി മാറി. ചില സമയങ്ങൾ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ എന്ത് ചെയ്തേക്കണം, ഒന്ന് സെപ്പറേറ്റ് ചെയ്യുവാൻ. ആമേൻ, ഹല്ലേലൂയ. സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ അവസ്ഥകളിൽ നിന്നുമൊക്കെ നമ്മൾ നമ്മെ തന്നെ മനഃപൂർവ്വമാക്കി ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്തൊന്ന് വെളിപ്പെടണം. ഹല്ലേലൂയ. തനിക്കൊരു രാത്രി ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്. അതാണ് നമ്മൾ വായിച്ച വചനം. ആ രാത്രി മുഴുവൻ ദൈവവുമായി താൻ എന്ത് ചെയ്തു, മല്ലു പിടിച്ചു. തന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അരികിലിറങ്ങിയ ദൈവ സാന്നിധ്യത്തെ താനൊന്ന് കയറി പിടിച്ചു. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഈ പകലിൽ ഞാനൊന്ന് കയറി പിടിക്കാൻ പോവുകയാണ്. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എൻ്റെ സ്ഥിതി മാറ്റിയിട്ടല്ലാതെ, എൻ്റെ അനുഭവങ്ങൾ മാറ്റിയിട്ടല്ലാതെ, എൻ്റെ ജീവിത ശൈലിയെ മാറ്റിയിട്ടല്ലാതെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അപ്പാ ഞാൻ നിന്നെ വിടുകയില്ല. ആ പ്രോസസ് ഒരു ഭയങ്കര ടൈറ്റായിരുന്നു.
തന്നെ വിടാൻ, തന്നെ പറഞ്ഞു വിടാൻ, തന്നിൽ നിന്നും ഈ യാക്കോബിൽ നിന്നും ഒന്ന് വേർപെട്ട് മാറുവാൻ ദൈവം ചെയ്തത് തൻ്റെ തുടയിൽ എന്ത് ചെയ്തു? തുടയുടെ തടത്തിൽ താൻ എന്ത് ചെയ്തു? ഒന്ന് തൊട്ടപ്പോൾ എന്താ ചെയ്തത്? അത് ഉളുക്കിപ്പോയി. ആമേൻ, ഹല്ലേലൂയ. തന്നെ എന്ത് ചെയ്തു? ഒന്ന് ഇഞ്ചോർഡാക്കിയിട്ടാണ് ദൈവ സാന്നിധ്യം എന്ത് ചെയ്തത്? അവനിൽ നിന്നൊന്ന് വിട്ടുമാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് എത്ര പേർക്ക് അങ്ങനെ ഒരു കൊതിയുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? അതായത് നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ച, ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് എത്തിപ്പെടാത്ത വിധം നമ്മെ ഒതുക്കിക്കളഞ്ഞ സകല സാഹചര്യങ്ങളെയും ലൈഫിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട്, സകല സാഹചര്യങ്ങളെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ദൈവവുമായൊരു കൂടിക്കാഴ്ചയ്ക്കായി, ഒരു എൻകൗണ്ടർ എൻ്റെ ദൈവവുമായി എനിക്ക് വേണമെന്ന് കൊതിക്കുന്നവർ, ഒരു എൻകൗണ്ടർ എൻ്റെ ദൈവവുമായി എനിക്ക് വേണമെന്ന് കൊതിക്കുന്നവർ ഈ പകൽ ആത്മാവിലൊന്ന് പ്രതികരിച്ച് പറ, കർത്താവേ, ഇന്നെന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ എന്നെ ഇവിടെ നിന്ന് മടക്കി അയക്കരുത്. ഈ ക്യാമ്പ് കഴിയുന്നിടത്തോളം, ഈ ക്യാമ്പ് കഴിയുന്ന സമയം വരെയും ഞാൻ തിരുസന്നിധി നിൽക്കുകയാണ്. ഞാൻ നിന്നെ ഒന്ന് പിടിക്കുകയാണ്. അങ്ങേ വിട്ട് ഞാൻ മാറുകയില്ല. അങ്ങിൽ നിന്ന് എനിക്ക് ചിലത് കിട്ടാനുണ്ട്. ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യും. ഞാൻ അതിനെ പ്രാപിക്കുക തന്നെ ചെയ്യും. വചനം ഇങ്ങനെ തന്നെയാ പറയുന്നത്. ബലാൽക്കാരികൾ അവർ സ്വർഗത്തെ എന്ത് ചെയ്യും? അവകാശമാക്കും, അവകാശമാക്കും, അവകാശമാക്കും. വെറുതെ നോക്കി നിൽക്കുന്നവൻ അവിടെ നിൽക്കും. ആമേൻ. അടുത്തിരിക്കുന്ന ആളെ തട്ടിട്ട് പറ, നോക്കി നിന്നാൽ അവിടെ നിൽക്കും. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ നോക്കി നിൽക്കുന്നവരുടെ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? നോക്കി നിൽക്കുന്നവരിതെല്ലാം കണ്ടിട്ട് അവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? അഭിപ്രായങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെയായിരുന്നെങ്കിൽ നന്നായേനെ, ഇതിങ്ങനെയായിരുന്നെങ്കിൽ നന്നായേനെ. എന്തുകൊണ്ടാണെന്നറിയോ നീ ഇതിങ്ങനെ ആയിപ്പോയത്? പുള്ളി എവിടെ കിടക്കുന്നതെന്നറിയാമോ? പട്ടുകുഴി കിടന്നിട്ട് ചെറിയ കട്ടറയാടി അവനോട് പറയും, നീ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കണ്ടു നിൽക്കുന്നവനായി ഞാൻ മാറില്ലെന്ന് എത്ര പേര് പറയും? ഒരുമിച്ച് നടന്നതിൽ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട് പോകുമ്പോൾ അത് കണ്ടു നോക്കി, അതിനെ നോക്കി കമൻറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ കുറേ നാൾ ഇവിടെ കിടന്ന് കറങ്ങിയതാ, ഇപ്പം പുള്ളി വലിയ പുള്ളിയായി, ഇപ്പം വലിയ മൈൻഡൊന്നുമില്ലെന്ന് പറയുന്ന ആ തലമല്ല നമുക്ക് വേണ്ടത്. പകരം ആത്മാവിൽ ചിലതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കണ്ടു നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് എൻ്റെ ദൈവപ്രവൃത്തിയിലേക്ക് എനിക്കുള്ളതിനെ ഞാൻ പ്രാപിക്കുമെന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഇടിച്ചു കയറുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബാബിലോണിലെ 3 ചെറുപ്പക്കാരെ കുറിച്ച്. ആ തീയുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാക്കിയ 3 ചെറുപ്പക്കാരെ അറിയാമോ എന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ടൊന്ന് ചോദിച്ചേ. ആ 3 പേരെ അറിയാമോ? ആ 3 പേരെ അറിയാമോ? 3 പേരെ അറിയാമോ? 3 പേരെ അറിയാമോ? പിടിക്കപ്പെട്ട് കൊണ്ടുപോയ കൂട്ടത്തിനകത്ത് 4 പേരുണ്ടായിരുന്നു. 4 പേരുണ്ടായിരുന്നു. ദാനിയേൽ ഉണ്ടായിരുന്നു, ശദ്രക്ക് ഉണ്ടായിരുന്നു, മേശക്ക് ഉണ്ടായിരുന്നു, അബേദ്നെഗോ ഉണ്ടായിരുന്നു. 4 പേരുണ്ടായിരുന്നു. പക്ഷേ ഈ ബിംബത്തെ വണങ്ങുന്ന കേസ് വന്നപ്പോൾ 3 പേരേ ഉള്ളൂ അവിടെ. 3 പേരെ അവിടെ ഉള്ളൂ. എൻ്റെ ചോദ്യം, ദാനിയേൽ എവിടെ പോയി? നിങ്ങൾ അടുത്തിരിക്കുന്ന അവിടെ ചോദിച്ചാൽ ദാനിയേൽ എവിടെ പോയി? ദാനിയേൽ എവിടെ പോയി? വണങ്ങിയോ? എന്തൊരു ഡൗട്ട് എന്താ നിങ്ങൾക്ക്? പുള്ളി വണങ്ങുന്ന ടൈപ്പാണോ? അല്ല, പുള്ളി വണങ്ങുന്ന ടൈപ്പല്ല. പക്ഷെ എന്തുകൊണ്ടാണ് 3 പേരെ മാത്രം? എന്തുകൊണ്ടാണ് ഈ 3 പേരെ മാത്രം? ആമേൻ. 4 പേര് ഒരുമിച്ചായിരുന്നു അവിടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത്. 4 പേര് ഒരുമിച്ചാ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. രാജാവ് ആദ്യം ഒരു സ്വപ്നം കണ്ടായിരുന്നേ. ഒരു സ്വപ്നം കണ്ടില്ലായിരുന്നു? കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല. ഒറ്റ കാര്യം രാജാവ് പറഞ്ഞു, അടുത്ത ദിവസം എനിക്ക് ഇതിൻ്റെ മറുപടി കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണം പോലും ബാക്കിയുണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യും? തട്ടിക്കളെ. ഇനി ദൈവമൊന്നും പറഞ്ഞു ഒരുത്തനും എന്ത് ചെയ്യരുത്, എൻ്റെ മുമ്പിൽ കണ്ടുപോകരുത്.
നിയമം വന്നപ്പോൾ 4 പേർക്കും ഒരുപോലെ ബാധകമായി. ദാനിയേൽ ഇവരോട് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സ്വപ്നം അതെൻ്റെ ഏരിയ. ഹല്ലേലൂയ. പുള്ളി പറയാം, സ്വപ്നമില്ല, അതെൻ്റെ ഏരിയ. എനിക്ക് അവിടെ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. ഇവർ 3 പേരും കൂടെ പറഞ്ഞില്ല, നീ അവിടെ മാറിയിരിക്കും, ഞങ്ങൾ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയാമെന്ന് ഇവർ പറഞ്ഞില്ല. കൂട്ടത്തിൽ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, ഞാനിത് ചെയ്യാം. ഇവർ പറഞ്ഞു, ഓൾ റൈറ്റ്, നീ പോയിക്കോ, ഞങ്ങൾ എന്ത് ചെയ്യാം? കൂടെ നിന്ന് പ്രാർത്ഥിക്കാം. കൈയടിച്ച് എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. ഇന്നത്തെ കാലഘട്ടമാണെങ്കിലോ നമ്മൾ പറഞ്ഞേനെ, അയ്യട്ടാ, 4 പേര് ഒരുമിച്ച് വന്നെങ്കിൽ 4 പേര് ഒരുമിച്ച് ചോദിക്കും, 4 പേര് ഒരുമിച്ച് കേട്ടെങ്കിൽ 4 പേര് ഒരുമിച്ച് എന്ത് ചെയ്യും? പറയും. ഇതാ ഇപ്പോഴത്തെ ഒരു സംഭവം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. നിങ്ങളും കണ്ടു കാണും. കുറേ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടെ ഒരു റിബൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പുറകിലുള്ള ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിലോട്ട് കയറണം. അവസാനം റിബൺ ഇവർ കടിച്ചു മുറിച്ചതാണോ പൊട്ടിച്ചു കളഞ്ഞാണോ അറിയില്ല. അതുപോലെ എന്ത് ചെയ്തു, ഇതുങ്ങൾ ഒരു കൊച്ചു റിബൺ, ഒരു കുഞ്ഞൊരു പാസേജ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, ഗ്യാപ്പ് കൊടുക്കുന്നില്ല. അപ്പോഴാണ് 4 പേരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തം പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ എന്ത് ചെയ്യാം? കയറിപ്പോ. അയ്യോ, ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് പിടികിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ദൈവം എന്തെങ്കിലും ഒരു കാര്യത്തിൽ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ്, അവരുടെ കൂടെ നിൽക്കാനുള്ള മനസ്സ്, ഈ പകലിൽ അത് പ്രാപിച്ചിട്ട് പോയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിച്ച് കർത്താവ് എന്ത് ചെയ്തു? നല്ല കിടുക്കാച്ചിയായിട്ട് എന്ത് ചെയ്തു? സ്വപ്നം തന്നെ മുമ്പിൽ അങ്ങ് ഇറക്കി കൊടുത്തു. താനിത് പോയി പറഞ്ഞു. കേട്ട രാജാവിന് ഭയങ്കര സന്തോഷം. തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ഏറ്റവും ഉന്നത പദവിയിലേക്ക് ദാനിയേലിനെ എന്ത് ചെയ്തു? താൻ എടുത്ത് കയറ്റി. അതിനർത്ഥം ഈ അൺവാണ്ടഡായി വെളിപ്പെടുന്ന കുറേ നിയമങ്ങൾക്ക് മുകളിലേക്ക് ദാനിയേലിനൊരു സ്ഥാനക്കയറ്റം കിട്ടി. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ ദാനിയേൽ അങ്ങനെ മാത്രം ചെയ്തില്ല കേട്ടോ. അവിടെ വചനം വായിക്കുന്നത് ഇങ്ങനെ പറയുന്നത്. ഞാൻ വേഗം പറയണമെന്നു പറഞ്ഞു. നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് നമ്മളൊന്ന് ഓടിപ്പോകുക, ആ ഒരു ദൂതിലേക്ക് എത്താൻ വേണ്ടി മാത്രം. ദാനിയേൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ദാനിയേൽ പറഞ്ഞു, എൻ്റെ കൂടെ 3 പേരുണ്ടായിരുന്നു, അവർ പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരങ്ങളാ, എൻ്റെ സുഹൃത്തുക്കളാ. രാജാവ് വിളിച്ചിട്ട് അവർക്കും എന്ത് ചെയ്തു? ചെറിയ സ്ഥാനങ്ങൾ കൊടുത്തു. ഹല്ലേലൂയ. ഈ ചെറിയ സ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാ അത്ഭുത സാധനങ്ങളും ഇവരുടെ നേരെ വിരൽ ചൂണ്ടുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ പ്രശ്നമാണ് ഈ 3 പേരെയും തീച്ചൂളയായി അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് നോക്കിക്കേ. എൻ്റെ ഒരു ഭാവനയിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാം. ആ ഇടത്തേക്ക് ഈ 3 പേരും ഇത് ഫേസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്നറിയാമോ? രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? ഒരവസരം കൂടെ തരും. അത് ആ സമയത്ത് വീണകൾ വീട്ടും, വാദ്യങ്ങൾ ഉയരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒന്ന് വണങ്ങി രക്ഷപ്പെടാം. പക്ഷെ ഒന്ന് നോക്കണേ, ആ സമയത്ത് ഈ 3 പേരുടെയും അകത്ത് വേണമെങ്കിൽ ഇങ്ങനൊരു ചിന്ത വരാം. മാനുഷികമായി ഒരു ചിന്ത വരാം. എടാ, നമ്മൾ 3 പേരും കൂടെ പ്രാർത്ഥിച്ചിട്ടല്ലേ നമ്മുടെ ദാനിയേൽ ഇന്ന് ഈ വിഷയത്തിൽ പെടാതെ സേഫായിട്ടിരിക്കുന്നത്? ഇത്രയും നമ്മുടെ കൂടെ നടന്നിട്ട്, ഇത്രയും നമ്മൾ ഒരുമിച്ച് നടന്നിട്ട് ഒരു തീച്ചൂളയുടെ സാഹചര്യം വന്നപ്പോൾ അവൻ എന്നാടാ മൈൻഡ് ചെയ്യാതെ? ദാനിയേലിനൊന്ന് വിളിക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് രാജാവിനൊരു കത്തെങ്കിലും കൊടുക്കാറുണ്ട്. രാജാവേ, അതെൻ്റെ പ്രിയപ്പെട്ടവരാ, അവരോട് അങ്ങനെ കാണിക്കല്ലേ, ഒരു കത്തെങ്കിലും അയക്കാറ്. ഇന്നായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ സംസാരിച്ചു. നമ്മൾ പല സാഹചര്യങ്ങളും വരുമ്പോൾ, ഒരു അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ, കർത്താവേ, ഇന്ന വ്യക്തികളിൽ നിന്നായിരിക്കും നമുക്കൊരു നന്മ വരാൻ വേണ്ടി പോകുന്നത്, ഇന്ന കാര്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കൊരു വിടുതലുണ്ടായേക്കാം. പക്ഷേ ഒരു വഴിയും തുറക്കാതിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, അയ്യോ, നമ്മളെന്തോരം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ, നമ്മളെന്തോരം ഓടിയതാ, പക്ഷെ ഒരു വഴിയും തുറന്നില്ല. അങ്ങനെ ഒരു മനോഭാവം ഈ 3 പേരുടെ അകത്ത് ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ ആത്മാവിൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. ആ നെബൂഖദ്നേസർ അവരുടെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ ആ 3 ചെറുപ്പക്കാരുടെ അകത്ത് കത്തി നിൽക്കുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു കത്തി നിൽക്കുന്നൊരു ധൈര്യമുണ്ട്. താൻ അവരെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ ഇവൻ വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, നെബൂഖദ്നേസരേ, ഹല്ലേലൂയ, ആമേൻ, ഞങ്ങളുടെ ദൈവം എരിയുന്ന തീയിൽ നിന്നും തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിപ്പാൻ ശക്തനെന്ന് ഞങ്ങൾ അറിയുന്നു. ഇനി അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നീ ഉയർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, വണങ്ങുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ഇവരെ അതിനകത്തേക്ക് എടുത്തെറിയുമ്പോ ഒരു പ്രയാസവും ഇല്ലാതെ അവർ ചുമ്മാ ഒരു റൈഡ് പോയിട്ട് വരുന്നത് പോലെ തീക്കകത്ത് കയറി തിരിച്ചിറങ്ങി പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ആരുടെ സപ്പോർട്ട് വേണ്ടായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അവരിൽ കണ്ട മറ്റൊരു സന്തോഷം എന്താണെന്നറിയാമോ? ഇവർ 3 പേരും കൂടെ, ഈ രാജാവ് ഇങ്ങനത്തെ ഒരു നിയമം വെച്ചപ്പോൾ ഈ 3 പേരും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നറിയാമോ? പരസ്പരം നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ശദ്രക്കെ, എടാ മേശക്കെ, എടാ നമുക്കൊരവസരം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെല്ലാവരും നമുക്കിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാ, നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാ. പക്ഷെ ഇന്ന് അതിനൊരു അവസാനം കാണും. ഇതാ നമുക്ക് മുമ്പിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു തീച്ചൂളയുണ്ട്. ഈ തീച്ചൂള നമുക്കൊരവസരമാണ്. ഇന്ന് നാം അതിലൂടെ കയറിയാൽ ഈ ദേശത്തിന്റെ മധ്യേ നമ്മുടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില തീച്ചൂളകൾ നമ്മെ തകർക്കാൻ വേണ്ടിയുള്ളതല്ല, അത് ദൈവം മഹത്വം വെളിപ്പെടുത്താനുള്ളതാ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, ദൈവം മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങൾ ഇനിയും ഇവിടെ കാണും. ആമേൻ, ആമേൻ, ആമേൻ. ഈ 3 പേരെയും തീയിൽ നിന്ന് പുറത്തെടുക്കുമ്പോ ആ രാജാവ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചത്. അതുവരെയും അവരുടെ സന്തോഷം, അവരുടെ ആ രാജാവിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇവർക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അത് മാക്സിമം ചെയ്തു നോക്കി. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും ഒരു മോശമായ വാക്ക് പറഞ്ഞാൽ അവരുടെ ഭവനത്തെ ഞാൻ കുപ്പക്കുന്നാക്കി മാറ്റും. അവർക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ അവരെ ഞാൻ തകർത്തു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോടൊപ്പം ഒന്ന് നടക്കാമോ? അവൻ നമ്മുടെ കൂടെ നടന്നാൽ പിന്നെ നമ്മുടെ സ്ഥിതി മാറ്റി നാം കുറെ കൂടെ തേജസ്സിലേക്ക്, മഹത്വത്തിലേക്ക് അവൻ നമ്മെ കരം പിടിച്ചുയർത്തുകയാണ്. ആമേൻ, ആമേൻ. നോക്കിയേ, ആ രാത്രിയിൽ, ആ ഒറ്റപ്പെട്ട ദിനത്തിൽ ആരും കൂടെ ഇല്ലാത്തപ്പോൾ തന്നെ എതിരേറ്റ ദൈവ സാന്നിധ്യത്തെ മല്ല് പിടിച്ച് തോൽപ്പിച്ച് തൻ്റെ അനുഗ്രഹത്തെ പിടിച്ചു വാങ്ങിയ യാക്കോബ്. ഹല്ലേലൂയ. അതുവരെ തൻ്റെ മുകളിൽ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരുന്നത് ഈ ഉബായി എന്ന പേരും ചതിയൻ എന്ന പേരും വഞ്ചകൻ എന്നുമുള്ള കാര്യമാണെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നേരിട്ട ദൈവ സാന്നിധ്യത്തെ താനൊന്ന് മുറുകെ പിടിച്ചപ്പോൾ, തന്നെ എതിരേറ്റ ദൈവ സാന്നിധ്യത്തെ താനൊന്ന് മുറുകെ പിടിച്ചപ്പോൾ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് താനൊന്ന് മല്ല് പിടിക്കുവാൻ ഉറപ്പിച്ചപ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, പകരം ഞാൻ നിന്റെ പേരൊന്ന് മാറ്റുകയാണ്. നീ ദൈവത്തിന്റെ പ്രഭു എന്ന ഇസ്രായേൽ എന്ന പദവിയിലേക്ക് ഞാൻ നിന്നെ കരം പിടിച്ചു കയറ്റും. ഒരൊറ്റ രാത്രി. ആമേൻ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, ഒരൊറ്റ അവസരം മതി. നീ ആള് മാറും.
ആള് മാറും. ഹല്ലേലൂയ. ഇതിപ്പോൾ എത്രാമത്തെ ദിവസമാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്? 8ാമത്തെ ദിവസം. ഇനി 2 ദിവസം കൂടി ഉണ്ടല്ലേ? എത്ര ദിവസം ഉണ്ട് ഇനി? 2 days, 2 ദിവസം. എത്ര പേര് കടന്നു വന്നിട്ട് എൻ്റെ മേലൊരു ഡെലിവറൻസ് നടന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്? അതല്ല, എനിക്ക് ഇനിയും ഒരു ദൈവപ്രവൃത്തി എന്നിൽ നടക്കാനുണ്ട് എന്നുള്ളവർ കരങ്ങളൊന്നും ഉയർത്തിക്കുക. ഞാനിത് ധൈര്യമായിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ധൈര്യമായിട്ട് കൈപൊക്കുന്നത്. നിങ്ങൾ എന്തിനാ മടിക്കുന്നത്? ഇവിടെ നിന്ന് ഒരാളുടെ മുമ്പിൽ എന്നെ പൊക്കി കാണിക്കുകയല്ലേ, ഇത് കർത്താവിൻ്റെ മുമ്പിലാണ്. ധൈര്യമായിട്ട് കൈപൊക്കിക്കോ. പകുതി പാസ്സായി, പകുതിയും കൂടെ പാസ്സാവാറുണ്ട്. 2 ദിവസമുണ്ട്, 2 ദിവസം. പക്ഷെ പറയോ, ഞാൻ നാളത്തേക്ക് ഇതിനെ മാറ്റി വെക്കില്ലെന്ന് എത്ര പേര് പറയും? ഹല്ലേലൂയ. തനിക്ക് മുൻപേ പുറപ്പെട്ടു പോയ 2 സംഘങ്ങൾ ഇപ്പോൾ തന്നെ ഏശാവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കണ്ടുമുട്ടിയിട്ടുണ്ടാവും. ഏശാവിന് എൻ്റെ അടുക്കൽ വരുവാൻ ഒരൊറ്റ രാത്രിയുടെ ദൂരമേ ഉള്ളൂ. ഈ രാത്രി ഞാനൊന്ന് കടക്കുമ്പോൾ ഞാൻ ഉറപ്പിക്കുന്നു എൻ്റെ ജയം, ഞാൻ ഉറപ്പിക്കുന്നു എൻ്റെ അനുഗ്രഹം, ഞാൻ ഉറപ്പിക്കുന്നു എൻ്റെ വിജയം. ഇങ്ങനെ പറയുന്നവർ മാത്രം ആത്മാവിലൊന്ന് പ്രതികരിക്കുക. ഈ രാത്രി, ഈ ദിവസം തീരും മുൻപ് എൻ്റെ വിടുതൽ ഞാൻ പ്രാപിച്ചിരിക്കും. ആത്മാവിലൊന്ന് പ്രതികരിക്കുക. വിളിച്ചു പറ. ഈ ദിവസം കഴിയും മുമ്പ് എൻ്റെ വിടുതൽ ഞാൻ പ്രാപിച്ചിരിക്കും. ഞാൻ ഇന്ന് ദൈവവുമായി ഒരു മല്ലുപിടുത്തം ആരംഭിക്കുകയാണ്. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഓ ശലറാഥേരിയ ലാഖമോറിയംത യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ. ഉറപ്പോടെ പറ. ഹല്ലേലൂയ. ഇനി യാക്കോബ് തുടരില്ല. ഇനി യാക്കോബ് തുടരുകയില്ല. ഇസ്രായേൽ ആക്ടിവേറ്റ് ആവുകയാ. ശര ഫല റക നര അർത്തൽ മനെ റീബൽ തെരേരിയ അർത്തർ മനഗടകല റാംദർ ശഗര ചൂടവർ കബരഗടകല റാംദേരിയ. ഇനി നീ ഒരു അടിമയല്ല, ഇനി നീ ഒരു ഉപായിയല്ല, ഇനി നീ ഒരു ചതിയലല്ല. പകരം ഞാൻ നിന്നെ ദൈവത്തിന്റെ പ്രഭുവാക്കി മാറ്റുന്നു. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവിനകത്ത്? നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ആ കരങ്ങളൊന്നും മാറോടിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടെന്ന് പറഞ്ഞ്, നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. പറഞ്ഞേ, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം നടത്തിയ ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും
കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടത്തിയ ദൈവത്തെ, ഇതുവരെ കൊണ്ടുവന്ന കർത്താവിനെ, ഹല്ലേലൂയ, ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ആ ദൈവത്തിന് നന്ദി പറയുവാൻ, ആത്മാവിൽ പോരാടി എൻ്റെ അനുഗ്രഹത്തെ ഞാൻ പ്രാപിക്കുമെന്ന് പറയുന്നവർ അക്കാരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ആമേൻ. നോക്കണം നിങ്ങള്, തൻ്റെ അവസ്ഥയെ കർത്താവ് ഒന്ന് മാറ്റുക. അതുവരെ തൻ്റെ മുകളിൽ കിടന്ന മൂന്ന് പദങ്ങൾ, ഹല്ലേലൂയ, ഉബായി, ചതിയൻ, വഞ്ചകൻ. എന്തൊക്കെയായിരുന്നത്? 3 പദങ്ങളൊന്ന് പറഞ്ഞേ. ഉബായി, ചതിയൻ, വഞ്ചകൻ. ആ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. താനിതെല്ലാം, തൻ്റെ നന്മയൊക്കെ പ്രാപിച്ചിട്ട് താൻ മുമ്പോട്ട് പോകുമ്പോഴും, തനിക്ക് പുത്രസമ്പത്തും മൃഗസമ്പത്തും തനിക്കുള്ള സകലത ഉണ്ടാകുമ്പോഴും, തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഈ 3 പദങ്ങളെ ജയിക്കുവാൻ ഒരു രാത്രി അവൻ കർത്താവിനെ വിട്ടില്ലെന്ന് പറയുന്നത്, ദൈവത്തെ വിടാതെ അവൻ പിടിച്ചു നിർത്തിയെന്ന് പറയുന്നത്, ദൈവത്തെ വിടാതെ അവൻ ഹോൾഡ് ചെയ്തത്, എത്ര പേർക്ക് അത് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ആഴം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ, ആമേൻ. ആ രാത്രി അവൻ അതിനെ എന്ത് ചെയ്തു? പൊളിച്ചു. ആ രാത്രിയിൽ താൻ അതിനെ പൊളിച്ചു. താൻ ഇസ്രായേലായി പുറത്തു വന്നപ്പോഴും ദൈവത്തിന് സത്യം പറഞ്ഞാൽ മതിയായില്ല. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും അവനെ നോക്കുക. തൻ്റെ ലൈഫിൽ താൻ ഇനി മുമ്പോട്ട് പോകുമ്പോഴും തന്നെ കർത്താവ് വീണ്ടും നോക്കിയിട്ട് കർത്താവ് അവന് വേറൊരു പേരും കൂടെ വിളിച്ചു. ഹല്ലേലൂയ. എന്നെ ഭയങ്കരമായിട്ട് ചലിപ്പിച്ചൊരു പേരാണ്. ഹല്ലേലൂയ. ഞാൻ ആ വചനം എടുക്കാം. നമ്മളെല്ലാവരും എടുത്ത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 44-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 44 അതിൻ്റെ 2-ാമത്തെ വാക്യം. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശൂരുനെ നീ ഭയപ്പെടണ്ട. ആമേൻ. ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ആ പുള്ളിയാണ് ഈ പുള്ളി എന്ന് അറിയാമായിരുന്നു? അറിയാവുന്നവരെ നയ്യോക്കിക്കേ, അറിയാൻ പാടില്ലാത്തവരോ കൂടുതൽ. ഞാൻ രക്ഷപ്പെട്ട്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ അറിയേണ്ട ഒരു സാധന. ആമേൻ. എൻ്റെ ദൈവം ഒന്നും ബാക്കി വെച്ചിട്ട് പോകുന്നവനല്ല. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഒന്നും ബാക്കി വെക്കുന്നവരല്ല. ദൈവം ഒന്നും ബാക്കി വെക്കുന്നവരല്ല. കർത്താവ് ഒരു കാര്യം ചെയ്താലുണ്ടല്ലോ, ദൈവം ഒരു കാര്യം ചെയ്താലുണ്ടല്ലോ, പിന്നെ ഒരാൾക്കും അതിനകത്തൊന്നൊരു കുറവ് പറയാനായിട്ട് സ്വർഗം അനുവദിക്കില്ല. തന്നെ ഇത് വെറും പേരല്ല കേട്ടോ. ഈ പേരുണ്ടല്ലോ, ഇസ്രായേലിന് ദൈവം ഓമനിച്ച് വിളിക്കുന്ന പേരാ. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേലിനെ എന്ത് ചെയ്യുന്ന വിളിക്കുന്ന? ഓമനി. നമ്മൾ വിളിക്കില്ല ചക്കടക്കുടമേ, പൊന്നും മുത്തേ എന്നൊക്കെ വിളിക്കത്തില്ലേ? എന്ന് വിളിക്കുന്നത് പോലെ കർത്താവ് വിളിച്ച പേരായത്. കളിയൊന്നല്ല. നിങ്ങൾക്ക് ചിരി വരും. ആ ഓമനപ്പേര് പറയുമ്പോൾ ഓമനത്വത്തോടു കൂടെ തന്നെ പറയണം. അവിടെ പറഞ്ഞ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശൂരുനെ നീ ഭയപ്പെടണ്ട. ഈ പേരെവിടെ
എവിടെയൊക്കെ കർത്താവ് വിളിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ ബൈബിളിൽ ഈ പേര് പറഞ്ഞിട്ടുണ്ടോ, അവിടെയൊക്കെ ഭയങ്കരമായിട്ടൊരു ഫേവർ ഇറങ്ങി വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫേവർ ഇറങ്ങി വന്നിട്ടുള്ളത് കാണുന്നുണ്ട്. നോക്കി അവിടെ പറയാ, എൻ്റെ ദാസനായ യാക്കോബേ, എൻ്റെ ദാസനായ യാക്കോബേ. അടുത്ത പറയാം, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, അവൻ നിന്റെ പേര് മാറ്റുമ്പോൾ, അവൻ നിന്റെ പേര് മാറ്റുമ്പോൾ, അവൻ നിന്റെ സാഹചര്യം മാറ്റുമ്പോൾ, അവൻ നിന്റെ സാഹചര്യം മാറ്റുമ്പോൾ, നിന്റെ മേൽ കറങ്ങിക്കിടക്കുന്ന എല്ലാ ദുഷ്ട പദ്ധതികളെയും സ്വർഗം ഈ പകലിൽ പൊളിക്കുകയാണ്. ഈ പേരിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവോ? ഈ പേരിന്റെ അർത്ഥം അറിയാമോ? ഹല്ലേലൂയ. അവിടെ എൻ്റെ ഭയങ്കര സന്തോഷം അവിടെയാ. ആദ്യത്തെ പേരിന്റെ അർത്ഥം എന്തുവാ? ഉബായി, ചതിയൻ, വഞ്ചകൻ. പക്ഷെ കർത്താവ് അവനെ തൊട്ടിട്ട് ഓമന പേരിട്ട് വിളിക്കുമ്പോൾ അവിടെ വിളിക്കുന്ന രീതി എന്താണെന്നറിയാമോ? യശൂരൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം സത്യസന്ധനായ. എടാ, ഉബായി എന്ന് പറയുവനെ നോക്കിയിട്ട് പറയുകയാടാ, നീ ഇനി മുതൽ സത്യസന്ധനായ ഒരുവനാണ്. നിങ്ങൾക്കത് കത്തിയിട്ടില്ല. നാട് മുഴുവൻ കള്ളനെന്നും കൊലയാളിയെന്നും ചതിയനെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവൻ നോക്കിയിട്ട് ദൈവം പറയുക, ഇന്നു മുതൽ അവൻ്റെ പേര് ഞാൻ മാറ്റി, അവൻ്റെ സാഹചര്യം ഞാൻ മാറ്റി, അവൻ്റെ അവസ്ഥ ഞാൻ മാറ്റി. അവൻ ചതിയനല്ല, അവൻ സത്യസന്ധനായവനാണ്. അടുത്തൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? നീതിമാനായവൻ. ഹല്ലേലൂയ. ഉബായി മാറിയിട്ട് ആരായി മാറി? നേരുള്ളവനായി മാറി, സത്യസന്ധനായി മാറി. ആമേൻ. അടുത്ത ചതിയൻ എന്നുള്ള പേര് മാറിയിട്ട് നീതിമാനായി മാറി. ചതിയൻ മാറിയിട്ട് ആരായി? അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറഞ്ഞ ചതിയൻ മാറി നീതിമാൻ. എന്ന് പറഞ്ഞ ചതിയൻ മാറി നീതിമാൻ വെളിപ്പെടട്ടെ പറഞ്ഞേ. നമുക്കറിയില്ലല്ലോ നമ്മുടെ അടുത്തിരിക്കുന്ന ആള് ചതിയനാണ്. നമുക്ക് നമ്മളെ നന്നായിട്ട് അറിയാറ് അല്ലേ? നമുക്ക് അപ്പുറത്തോട് ചതിയൻ മാറട്ടെ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ തട്ടിയിട്ട് പറയണം, ചതിയൻ എന്ത് ചെയ്യട്ടെ? മാറട്ടെ. നിങ്ങൾക്കതൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഭയങ്കര മറ്റേ എന്താ പറയുക, യാക്കോബൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ പണ്ടേ യേശുവിൻ്റെ വീട്ടിൽ കയറിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുറേയൊക്കെ സമ്മതിക്കണമെന്നേ. നമ്മൾ സമ്മതിച്ച് തുടങ്ങി കഴിഞ്ഞാണല്ലോ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഹല്ലേലൂയ. ഒറ്റ രാത്രി മതിയായിരുന്നു. ഒറ്റ പിടുത്തം പിടിച്ചിട്ടേ, ഇനി നീ എന്നെ തൊട്ടിട്ടല്ലാതെ, നീ എൻ്റെ അവസ്ഥ മാറ്റിയിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പിടുത്തം പിടിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവൻ്റെ അവസ്ഥ മാറ്റി, അവൻ്റെ പേര് മാറ്റി, അവൻ്റെ സ്വഭാവം മാറ്റി, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കർത്താവ് തൊട്ടനുഗ്രഹിച്ചിട്ട് ഈ പകലിൽ ആത്മാവിൽ അതിനെ പ്രാപിക്കുവാൻ കഴിയുന്നവർ വിളിച്ചു പറ, എന്നിലെ പഴയതൊക്കെ നാശിക്കട്ടെ, എന്റെ ദൈവം എന്നിൽ പുതിയത് പകരട്ടെ. ഇനി മൂന്നാമത്തെ ഒരു വാക്കുണ്ട്. ആദ്യം ആരായിരുന്നു? ഉബായി ആയിരുന്നു, ചതിയനായിരുന്നു, വഞ്ചകനായിരുന്നു. വഞ്ചകനും മാറ്റി കർത്താവ്, വഞ്ചകനും മാറ്റി. അടുത്ത വാക്കിന്റെ നേരെ മുമ്പേ പറഞ്ഞു വരുന്നു, നേരായ ഒരുവൻ. ഹല്ലേലൂയ. ഉബായി പോയി, സത്യസന്ധൻ വന്നു. ചതിയൻ പോയി, നീതിമാൻ വന്നു. ഹല്ലേലൂയ. വഞ്ചകൻ പോയിട്ട് നേരുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര പേര് പറയും അങ്ങനൊരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. അങ്ങനൊരു ദൈവപ്രവൃത്തി. എന്നെ ഓമനപ്പേരിട്ട് കർത്താവ് വിളിക്കുന്ന തലത്തിലേക്ക്, എന്നെ കാണുമ്പോൾ എന്നെ ഒന്ന് സ്നേഹിക്കണം എൻ്റെ ദൈവത്തിന് എന്ന് തോന്നുന്ന തലത്തിലേക്ക് ഞാൻ അവൻ്റെ ഓമനകുമാരനായി, ഓമനപുത്രിയായി ആ തിരുസന്നിധിയിലേക്ക് ഞാൻ കയറി ചെല്ലുമെന്ന് പറയുന്നവർ ആത്മാവിലൊന്ന് പ്രതികരിച്ച്, ആത്മാവിൽ
ആത്മാവിലൊന്ന് പ്രതികരിച്ചേ, ആത്മാവിലൊന്ന് പ്രതികരിച്ചേ, ആത്മാവിലൊന്ന് പ്രതികരിച്ചേ. അങ്ങനെ ഒരു രൂപാന്തരം സംഭവിച്ചാൽ, അങ്ങനെ ഒരു രൂപാന്തരം സംഭവിച്ചാൽ ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മേഘങ്ങളെ ചായ്ച്ചിറങ്ങുന്ന ഒരു ദൈവപ്രവൃത്തി ഈ പകലിൽ വെളിപ്പെടാൻ പോവുകയാണ്, ഈ പകലിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 36-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. യെശൂരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. പറഞ്ഞേ, യെശൂരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്നെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പറഞ്ഞേ, എൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു, മേഘാരൂഢനായി വരുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്നെ യെശൂരൂൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, യെശൂരൂൻ ചലിച്ചു കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വെളിപ്പെടുന്നത് അതിൻ്റെ മഹത്വത്തോടെയാണ്, മഹത്വത്തോടെയാണ്, മഹത്വത്തോടെയാണ്. ആ ദൈവിക മഹത്വം ഈ പകലിൽ എൻ്റെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ആത്മാവിലൊന്ന് ശക്തിപ്പെട്ട്, ആത്മാവിലൊന്ന് പ്രതികരിച്ച് അവൻ വിളിക്കുകയാണ്, യേശൂരൂനെ എൻ്റെ ഓമനപുത്ര, യേശൂരൂനെ എൻ്റെ ഓമനപുത്ര, നിനക്ക് വേണ്ടി ഞാൻ വരും, നിനക്ക് വേണ്ടി ഞാൻ വരും. നിന്നെ സഹായിപ്പാൻ ഞാനുണ്ട്, നിന്നെ സഹായിപ്പാൻ ഞാനുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ മഹിമയോടെ മേഘാരൂഢനായി വരും. നിന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. പറഞ്ഞ വാക്ക്, എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. ഇന്ന് ഈ പകലിൽ ആത്മാവിൽ അതിനെ ഒന്ന് പിടിച്ചെടുക്കുവാൻ, ആത്മാവിലൊന്ന് പിടിച്ചെടുക്കുവാൻ എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ, കർത്താവേ, കഴിഞ്ഞ കാലത്തെ ആ എല്ലാ ദുഷ്ട പദ്ധതികളെയും ഈ പകലിൽ എന്നിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റി, എന്നിൽ നിന്നും പൂർണ്ണമായി എടുത്തു മാറ്റി ദൈവിക പദ്ധതിയെ നീ എൻ്റെ മേലൊന്ന് പകരണമെന്ന് വിശ്വസിക്കുന്നവർ, ഈ വചനങ്ങൾ എൻ്റെ അകത്ത് ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, തൻ്റെ വാഗ്ദത്തങ്ങൾ എന്നെ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ, ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ച്, ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ അവനൊന്ന് മഹത്വപ്പെടുത്തിയേ. ഈ പകലിൽ അങ്ങനെ ഒരു വിടുതൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം ആ ദൈവസ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് പ്രൈസ് ഗോഡ്. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. നിന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. നിന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. ഓ അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ ഹേ അന്ത്യൻ, അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ ഹേ ഹേ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. ഓഹോ, കാലങ്ങൾ മാറിപ്പോയാൽ
അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം ഒമേഗ, അവൻ ആദ്യം, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവം. കാരാഗ്രഹത്തിൽ പത്മോസിൻ ദ്വീപിൽ ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിൽ പത്മോസിൻ ദ്വീപിൽ ആത്മാവിൽ എന്നെ ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരും. ബലഹീനനായി തീർന്നാലും ഒരു പുതുബലം, പുതുബലം. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യം, ഹേ